ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മീനം രാശിക്കാർക്കുള്ള അഥവാ മീനക്കൂറുകാർക്കുള്ള ഫലം പൂരാരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന മീനം രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, മൂന്നാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും, അഞ്ചാം ഭാവത്തിൽ സൂര്യനും, ആറാം ഭാവത്തിൽ ശുക്രനും ബുധനും, ഏഴാം ഭാവത്തിൽ കേതുവും, 12ാം ഭാവത്തിൽ ശനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് 7ര ശനി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും സൂര്യചാരവശാൽ ചിന്തിക്കുന്ന സമയത്ത് വളരെ ഗുണാധിക്യമുള്ള ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസഫലം എന്ന് പറയാം. ഗുണാധിക്യം ഏത് വിധത്തിലെങ്കിലും വരും പറഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ വിജയ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിയിലായിക്കോട്ടെ, അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാനും, അതുപോലെ തന്നെ അവർക്ക് സ്ഥാനമാന കയറ്റങ്ങൾ വേണമെങ്കിൽ അതിനുള്ള സാധ്യതയും, അർഹതപ്പെട്ട സ്ഥാനത്തേക്കുള്ള സ്ഥാനമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥാനചലനങ്ങൾ, അതുപോലെ സ്ഥാനമാറ്റങ്ങൾ, സ്ഥാനചലനങ്ങൾ, അതുപോലെ തന്നെ പ്രമോഷനുകൾ എന്നിവയെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് ലഭിക്കേണ്ട ഉയർന്ന സ്ഥാനലബ്ധി കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് ചുരുക്കി പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലോണുകളായാലും ബാങ്കുകളുടെ ലോണുകളാണെങ്കിലും പഞ്ചായത്ത് മുതൽ വില്ലേജ് മുതൽ സെക്രട്ടറി വരയ്ക്കുള്ള പേപ്പറുകൾ ശരിയാക്കാനുള്ളതും, ഗവൺമെൻറ് സന്ദേശമായിട്ടുള്ള വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പറുകൾ, ഉദാഹരണത്തിന് വിസകൾ, പാസ്പോർട്ട് പുതുക്കലുകൾ, അതുപോലെ വരാനിരിക്കുന്ന വിസകൾക്ക് വേണ്ടിയിട്ട് വിദേശ സംബന്ധമായിട്ടുള്ള ജോലി സാധ്യത എന്നിവയെല്ലാം കൂടുതലായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം എന്നാണ് പറയുന്നത്. കുടുംബപരമായിട്ടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ധനാഭിവൃദ്ധി ഉണ്ടാവും. 7ര ശനി തടഞ്ഞുകൊണ്ടൊക്കെയാണെങ്കിലും സൂര്യചാരവശാൽ ചിന്തിക്കുമ്പോൾ വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് തടസ്സം ആദ്യം നേരിടുകയാണെങ്കിലും കാര്യസാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സജീവപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കൂടുതൽ കാണുന്ന ഒരു മാസം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ചിലപ്പോൾ പരീക്ഷകളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വരുന്ന കാരണം ബുദ്ധിക്ക് ഉണർവുണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാട് നടത്തുന്നവർക്കും ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭൂമി കച്ചവടം നടത്തുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭവന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാനോ മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നവർക്ക് ആഗസ്റ്റ് 20-ന് ശേഷം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. അതിന് 20 ശേഷം കുറച്ചും കൂടി പക്വതയും അതുപോലെ തന്നെ അർഹതപ്പെട്ട അംഗീകാരപ്പെട്ട ഒരു മനോഭാവങ്ങളോ അതുപോലെ തന്നെ കാര്യസാധ്യതകളും വരും എന്നാണ് പറയുന്നത്. ചിങ്ങമാസം ആഗസ്റ്റ് 20 ചിങ്ങമാസം പിറക്കുകയായി. ആ ചിങ്ങമാസത്തിൻ്റെ ആദ്യം തന്നെ ഭൂമിക്ക് സ്ഥാനം കണ്ടെത്തുക, ഭവന നിർമ്മാണത്തിന് സ്ഥാനം കണ്ടെത്തുക, അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശങ്ങൾ നടത്തുക, വിദേശകാര്യ സംബന്ധമായിട്ടുള്ള പോക്കുവരവ് നടത്തുവാൻ സാധിക്കുക എന്നിവയ്ക്കെല്ലാം കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിലിൽ വളരെ കുഴപ്പമില്ലാത്തൊരു സമയം തന്നെയാണ് കാണുന്നത്. തൊഴിൽ പുരോഗമനം ഉണ്ടാകും. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനെല്ലാം ആ സമയത്ത് പറ്റും. പുതിയ വർക്കുകൾ തേടിപ്പോകാനും പുതിയ സ്ഥാനമാന പദവികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പൊതുവെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. അതുപോലെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും, ആയുധം പറഞ്ഞാൽ എല്ലാ കൂലിപ്പണി തൊട്ടിട്ട് മിലിറ്ററി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പഠിക്കുന്ന എല്ലാ ആയുധ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. വ്യാഴന് അനുകൂലമല്ലാതെ 3-ലാണ് നിൽക്കുന്നതെങ്കിലും സഹായഹസ്തങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഫ്രണ്ട്ഷിപ്പുകൾ മൂലം ചില സഹായികളെല്ലാം വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ടാവും. സഹോദര ബന്ധമായിട്ട് ഐക്യത്തിലാവാനുള്ള സാധ്യതയുണ്ട്. ശത്രുതയെ മറന്ന് മിത്രങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ബന്ധു സമൂഹങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ബന്ധുക്കളുമായി കൂടുതൽ ഇടപെടുവാനുള്ള സമയം കിട്ടും. അതുപോലെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അതിൽ അഭിവൃദ്ധിയും
മനസ്സിന് സ്വസ്ഥത കിട്ടുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഐക്യത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മനസ്സമാധാനം വന്നു ചേരുവാനുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ വേവലാതി, അതായത് നമ്മൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് പറയുന്നത്. പുതിയ മംഗളകാര്യങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യത ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പുതിയ വിവാഹങ്ങൾ, അതായത് വിവാഹങ്ങൾ എത്ര ആലോചിച്ച് നടക്കുന്നില്ല എന്ന് പറയുന്നവർക്കെല്ലാം അത് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളവർക്കെല്ലാം കുറച്ചൊരു സമാധാനം കിട്ടുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. അതിനെല്ലാം വൻകിട ലോണുകളെല്ലാം അപേക്ഷിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. ബിസിനസ് നടത്തുന്നവർക്ക് അത്ര ഗുണകരമല്ല എന്നുള്ള പറയുന്നത്. ബിസിനസ് കാര്യങ്ങളിൽ പണം ചെലവഴിക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും പുതിയ ബിസിനസ്സിനെ പറ്റിയിട്ട് ജാതക പരിശോധനയിലൂടെ എല്ലാം വളരെ ഉചിതമായിട്ടുള്ള സമയമാണെങ്കിൽ തുടങ്ങുന്നതിന് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. രാശിയുടെ 7ാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഗണപതിക്ക് കറുകമാല അല്ലെങ്കിൽ നാളികേര പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം എന്നിവ കാര്യസാധ്യത്തിന്, അതായത് കാര്യസാധ്യത പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കാതെ വരുന്ന സമയത്ത് തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ കാര്യസാധ്യത ലഭിക്കാനുള്ള സാധ്യതയും കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ വിവാഹത്തിന് ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് ചുരുക്കി പറയുന്നത്. കർമ്മമേഖല പുരോഗതികൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. വസ്ത്രമേഖലയിൽ പുതിയ തിളക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കുറേ ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ ഈ മാസത്തെ അപേക്ഷിച്ച് ആ തടസ്സങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. വ്യാഴത്തിന് മഹാവിഷ്ണുവിൽ പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ മഹാവിഷ്ണുവിൽ യഥാശക്തി വഴിപാട് കൊടുക്കുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ തടസ്സം ഒന്ന് മാറിക്കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ശാസ്താവിന് അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാട് 2 ആഴ്ച കൂടുമ്പോൾ ഒന്നെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും ചെയ്തു വരിക എന്നുള്ളത് പറയുന്നത് ഏഴശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാസം ഇവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് പ്രതിദാനം ചെയ്യുന്നത്. വളരെ ദോഷവസ്ഥയ്ക്കുള്ള ഒരു നീക്കം ഉണ്ടാവില്ല, ഗുണവസ്ഥയ്ക്കുള്ള നീക്കങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ മാസത്തിൻ്റെ ലാസ്റ്റോട് കൂടിയിട്ട് എന്തിലെങ്കിലും ലിസ്റ്റിൽ വന്ന് കയറിപ്പറ്റുവാൻ, അതായത് PSC ടെസ്റ്റൊക്കെയോ അല്ലെങ്കിൽ കായിക സംബന്ധമായിട്ടുള്ള ഇതിനോ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള മേഖലയിലോ എല്ലാവർക്കും ലിസ്റ്റിൽ വന്ന് കയറുവാനുള്ള സാധ്യത ഒന്ന് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാസത്തോട് ലാസ്റ്റോട് കൂടിയിട്ട് അങ്ങനെ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും പൊതുവെ ഇവർക്ക് ഈ മാസത്തിൽ കിട്ടും എന്ന് തന്നെ പറയുന്നത്. മനസ്സമാധാനം ഉണ്ടാകും ചുരുക്കത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ, അതായത് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ പൂരോരുട്ടാ നക്ഷത്രക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മഹാവിഷ്ണുവിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഉത്രട്ടാ നക്ഷത്രക്കാർക്കാണ് ശാസ്താവെങ്കിൽ നീരാഞ്ജനം ചെയ്താൽ മതി. അതുപോലെ തന്നെ രേവ നക്ഷത്രക്കാർ ശ്രീരാമനെങ്കിൽ അവൽ നിവേദ്യം, അതുപോലെ ഭാഗ്യസൂക്തം, തുളസിമാല എന്നിവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. നമസ്കാരം.